ഓ ഇനിയിപ്പോൾ ഇതിൻ്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് ആൾക്കാർ കിടന്ന് ട്രോളുക. കുറച്ച് പേരൊക്കെ FD റിട്ടേൺസ് കൊണ്ട് കാണിക്കും, കുറച്ച് പേരൊക്കെ ഗോൾഡ് റിട്ടേൺസ് കൊണ്ട് കാണിക്കും. പക്ഷേ 2024 ഗോൾഡ് റിട്ടേൺസ് കണ്ട് നമ്മളെല്ലാം ഞെട്ടിയല്ലേ. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല? എന്നാ വാ നമുക്ക് നോക്കാം. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ ഇന്ന് നിങ്ങൾ അധികം കേൾക്കാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏതാണെന്നല്ലേ? ഗോൾഡ്. അപ്പോൾ ഇക്വിറ്റീസിന് ഗോൾഡ് എങ്ങനെയാണ് ടഫ് കോമ്പറ്റീഷൻ ആയെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഗോൾഡിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, ലോ ഡൗൺ സൈഡ് റിസ്ക്, അതുപോലെ സെൻട്രൽ ബാങ്കുകൾ വൻ തോതിൽ സ്വർണ്ണം വാങ്ങുന്നതിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ ഇല്ല, നമ്മളിവിടെ എടുത്തു പറയുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ജസ്റ്റ് 2024 മാത്രമല്ല, ലോങ് റണ്ണിൽ നമ്മൾ ഗോൾഡ് അതുപോലെ ഇക്വിറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് നിഫ്റ്റിക്ക് ഒരു ടഫ് കോമ്പറ്റീഷൻ നൽകിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ്. ഇതിൽ 5 ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ ഗോൾഡ് നിഫ്റ്റി 50 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെ, അതായത് നിഫ്റ്റി പ്ലസ് ഡിവിഡൻസിനെ 3 ടൈം ഫ്രെയിമിൽ മറികടന്നിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള 2 പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് റിട്ടേൺ നിഫ്റ്റി TRI ആയിട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് റിട്ടേൺ മാത്രം നോക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ നിഫ്റ്റി TRI വേഴ്സസ് ഗോൾഡിൻ്റെ ഡ്രോ ഡൗൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചറിൽ നിന്ന് ഒരു കാര്യം ക്ലിയർ ആണ്. ഗോൾഡിൻ്റെ ഡൗൺ സൈഡ് റിസ്ക് നിഫ്റ്റി TRI ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ലതുപോലെ കുറവാണ്. കാരണം 2002, 2008 അതുപോലെ 2020 നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 35% ഇടിഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് ഗോൾഡിൻ്റെ ആവറേജ് ഡ്രോ ഡൗൺ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഇനിയിപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ഗോൾഡും ഇക്വിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് കോറിലേഷൻ ആണുള്ളത്. അതായത് നിഫ്റ്റി എപ്പോഴൊക്കെ 25% ഇടിഞ്ഞിട്ടുണ്ടോ ആ ഒരു പീരീഡിൽ ഗോൾഡൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗോൾഡ് ഒരു അണ്ടർ റേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഹീറോ ആണെന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പം ഇവിടെ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. അതായത് അത് മോഷണം പോകുമെന്നൊരു പേടി നമുക്കുണ്ടാവും, അല്ലേ? പിന്നെ സ്വർണ്ണത്തിൻ്റെ പണിക്കൂലി, ഇതൊക്കെ ഒരു വില്ലൻ തന്നെയാണ് ഇവിടെ. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട്, ഗ്രോ ഗോൾഡ് ETF. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ ഇപ്പോൾ കൂടുന്നതെന്നുള്ളത്. അപ്പോൾ സപ്ലൈനേക്കാളും കൂടുതലാണ് ഡിമാൻഡ് ഉള്ളപ്പോഴാണ് ഗോൾഡിൻ്റെ വിലയൊക്കെ പൊതുവെ കൂടാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ 20 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ഗോൾഡിൻ്റെ ഡിമാൻഡ് ഏറ്റവും കൂടുതലായിരുന്നു. അപ്പം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എവിടെ നിന്നാണ് ഈ ഡിമാൻഡൊക്കെ വരുന്നത് എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ സെൻട്രൽ ബാങ്കുകൾ ഒരുപാട് ഗോൾഡ് വാങ്ങുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത്. ഇപ്പോൾ 2024 സെൻട്രൽ ബാങ്കുകൾ ഏറ്റവും അധികം സ്വർണ്ണം വാങ്ങിയത്. ജസ്റ്റ് 2024 മാത്രമല്ല, 2022 2023 നല്ല എമൗണ്ട് ഗോൾഡ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുന്ന ഇതായിരിക്കും, എന്തിനാണ് ഈ സെൻട്രൽ ബാങ്കുകൾ ഇത്രയും അധികം സ്വർണം വാങ്ങുന്നത് ഇപ്പം? അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സെൻട്രൽ ബാങ്കിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ കറൻസിയുടെ മൂല്യ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഇതവർ സ്വർണം വാങ്ങുന്നതിലൂടെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്കുകൾ പണം ആവശ്യമുള്ളപ്പം അവർക്ക് കൂടുതൽ കറൻസി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇത് കറൻസിയുടെ മൂല്യം കുറയ്ക്കും. സോ കൂടുതലായിട്ടുള്ള കറൻസി അലോക്കേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങും. കാരണം സ്വർണം ലിമിറ്റഡ് ആണല്ലോ. അതുപോലെ ബാക്കിയുള്ള അസറ്റൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ സ്വർണത്തിന്റെ വില കൂടാനാണ് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ ബാങ്കുകൾ അവരുടെ റിസർവ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് സ്വർണം വാങ്ങും. ഇനി നമുക്ക് ഗോൾഡ് അതുപോലെ തന്നെ ഡോളർ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഗോൾഡ് അതുപോലെ ഡോളർ തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതായത് എപ്പോഴൊക്കെ ഡോളറിന്റെ വാല്യൂ ഇടിയുന്നു അപ്പോഴൊക്കെ ഗോൾഡിന്റെ വില നല്ല രീതിയിൽ കൂടും. US ഡോളർ ഒരു കോമൺ റിസർവ് കറൻസി ആയതുകൊണ്ട് തന്നെ ഡോളറിന്റെ ഡിപ്രീസിയേഷൻ രാജ്യത്തിന്റെ ഫോറക്സ് റിസർവിനെ ബാധിക്കാം. സോ ഇതൊന്ന് കുറയ്ക്കാനായിട്ട് പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വാങ്ങും. ഇനിയിപ്പം ചൈനയുടെ ഗോൾഡ് റിസർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അവരുടെ ഗോൾഡ് റിസർവ് ഇരട്ടിയായിട്ടുണ്ട്. അതായത് ടോട്ടൽ ഫോറിൻ റിസർവിന്റെ 3.5% നിന്ന് 7%. അപ്പോൾ ചൈന മാത്രമല്ല 2024 73 ടൺ ഗോൾഡ് വാങ്ങിക്കൊണ്ട് ഇന്ത്യ 3rd ലാർജസ്റ്റ് ഗോൾഡ് ബയർ ആയിരുന്നു, പോളണ്ട് അതുപോലെ ടർക്കി കഴിഞ്ഞിട്ട്. ഇനി ഇപ്പോൾ 2013 മുതൽ 2023 ഇടയ്ക്ക് RBI 246 മില്യൺ ടൺ ഗോൾഡ് വാങ്ങിക്കൊണ്ട് ഗ്ലോബലി 5th ലാർജസ്റ്റ് ഗോൾഡ് പർച്ചേസർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് RBI ഗോൾഡ് വാങ്ങുന്നതെന്ന്. ഇപ്പോൾ കറൻസി വോളറ്റിലിറ്റി അതുപോലെ ഫോറക്സ് റിസർവ് റീവാലുവേഷൻ റിസ്ക് കുറയ്ക്കാനായിട്ടാണ് RBI ഇപ്പോൾ ഇത്രയധികം സ്വർണം വാങ്ങുന്നത്. ഇപ്പോൾ 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബറിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയുടെ ഫോറക്സ് റിസർവിൽ $56 ബില്യൺ ലാഭമാണ് കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഒരു സെയിം പീരീഡിൽ നോക്കുകയാണെങ്കിൽ 17.7 ബില്യൺ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ 25% ഉയർന്നതോടെ റിസർവും കൂടി. സോ ഇന്ത്യൻ കറൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് RBI ഗോൾഡ് ഉപയോഗിക്കുകയാണ്. ഇനി ഗോൾഡിന്റെ ബുൾ റണ്ണിൽ നിന്ന് വേറെ ആർക്കൊക്കെയാണ് മെച്ചം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമല്ല ഇവരുടെ ഗോൾഡ് ലോൺ NBFCസിനും ഇത് മെച്ചമാണ്. ഇപ്പം സ്വർണത്തിന്റെ വില കൂടുമ്പോൾ ഈടായി പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യം കൂടും. അപ്പോൾ ഇത് സ്വർണ്ണ വായ്പക്കാർക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇത് ലോൺ ടു വാല്യൂ റേഷ്യോ കുറയ്ക്കാൻ കാരണമാവും.
സോ ഇത് വായ്പ നൽകുന്ന കമ്പനികൾക്ക് പ്രയോജനകരമാണ്. ഇപ്പം പറയുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യൽ ക്വാർട്ടർ 3 മുത്തൂറ്റ് ഫൈനാൻസിന്റെ ലോൺ AUM 34% വളർന്നു. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളവരുടെ ലൈക്ക് ഇപ്പോൾ മണപ്പുറം ഫൈനാൻസിന്റെയും ഗോൾഡ് ലോൺ AUM ഒക്കെ വളർച്ച കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇവിടെ തോന്നുന്നത്? ഈ ഒരു ഗോൾഡ് ബുൾ റണ്ണ് ഭാവിയിൽ തുടരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് അലോക്കേഷൻ കൂട്ടണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ താഴെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കും മുമ്പ് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനം നിങ്ങൾ എടുക്കാവുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഗ്രോ മലയാളം കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.